ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണ്. പപ്പട പൊളിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പപ്പടവടയാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പപ്പടം കൊണ്ടൊരു പപ്പട വടയുടെ റെസിപ്പിയാണ്. ഞാനൊരു പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ട്. ഇത്രയും പപ്പടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു വെയിലത്തോട്ടൊന്ന് വെച്ച് 4 മിനിറ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ച് വെച്ചിട്ട് ഒന്ന് ഇതാ. അപ്പം ഞാൻ 10 പപ്പടമാണ് എടുത്തേക്കുന്നത്. 10 പപ്പടം കൊണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ. 10 പപ്പടം എടുത്ത് നമുക്കിപ്പോൾ നല്ല വെയിലാണല്ലോ. അപ്പം നമുക്ക് വെയിലത്തോട്ടൊന്ന് വെച്ച് തിരിച്ചും മറിച്ചും വെച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ എടുത്ത് വെച്ചിട്ട് കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാവേ. പിന്നെ ഒരു 5 മിനിറ്റ് പോലും വെക്കണ്ട കേട്ടോ. ഒത്തിരി സമയം മതി. കണ്ടോ, നല്ല ഇതായിട്ട് ഇതുപോലെ എടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എള്ളാണ്, കറുത്ത എള്ള ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ എള്ളിട്ടു. 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ്. ജീരകം നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ജീരകമാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, കായപ്പൊടി ഒക്കെ ചേർക്കണം ഇതിലേക്ക്. ടീസ്പൂണ് മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർക്കാം. ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി. ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. ഒരു സ്വല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കണം. ഉപ്പുണ്ട്, പപ്പടത്തിന് ഉപ്പാണ്, എന്നാലും നമ്മളൊരു സ്വല്പം ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കണേ. അതിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. ഇതുപോലെ ഒരു പിഞ്ച് ഉപ്പാണ് ഞാൻ ഇടുന്നത്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാവേ. മിക്സ് ചെയ്ത ശേഷമാണ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി നീണ്ടു പോകാതെ നമ്മുടെ ഈ പപ്പടത്തിൽ ഇത് പിടിക്കണമല്ലോ. നമുക്ക് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാവേ. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ബാറ്ററും തയ്യാറാക്കാവേ. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എത്ര ഒഴിച്ചെന്ന് പറയാം. ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഈ പരുവത്തിലാണ് വേണ്ടത്. ഞാൻ 1/4 കപ്പ് വെള്ളം ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇപ്പം ഇത് മതി. നമുക്ക് ഉടനെ തന്നെ റെഡിയാക്കാവേ. പപ്പടം ഇതിനകത്ത് മുക്കിയിട്ട് എണ്ണ ചൂടാക്കി ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടാകുന്നുണ്ട് കേട്ടോ. നല്ലോണം ചൂടാകുന്നുണ്ട്. ഇപ്പം നമുക്ക് പപ്പടം ഓരോന്ന് എടുത്തിട്ട് മാവ് ഒന്നുകൂടി ഒന്ന് സ്പൂണിൽ നല്ലോണം ഒന്ന് ഇളക്കണേ. നല്ലോണം വേണം ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മുക്കിയിടാം. സ്പൂൺ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് പപ്പടം നമുക്കിതിലേക്ക് വെച്ചിട്ട് മൊത്തത്തിൽ മുക്കണം കേട്ടോ. നല്ലോണം മുക്കിയിട്ട് ഉണ്ടോ. എന്നിട്ട് നമ്മൾ ഇത് മാവ് ഇങ്ങനെ കളഞ്ഞിട്ട് വേണം, മൊത്തത്തിൽ ഇങ്ങനെ കളഞ്ഞിട്ട് വേണം. ഇതുപോലെ കളഞ്ഞിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാവേ. ഓരോന്നോരോന്ന് വെച്ച് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇത് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാവേ. ഉണ്ടോ, നോക്കിയേ, നല്ലൊരു പപ്പടവട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിട്ടിട്ട് അടുത്തതും ഇതുപോലെ ഇടാം. അടുത്തതും ഇട്ടിട്ടുണ്ട്. ഓരോന്ന് എടുക്കാനേ പറ്റത്തുള്ളൂ. ചെറിയ കുഴുവുള്ള ചട്ടിക്കകത്ത് വേണം നമ്മളിത് ഇടാനായിട്ട്. ഇപ്പം അടുത്തതും ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നാല് മണിക്ക് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. പപ്പടം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് കേട്ടോ. ഉണ്ടോ, അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് പാത്രത്തിലോട്ടിടാം. അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഉണ്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് കേൾക്കാമല്ലോ, ഈ കായത്തിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പെരുംജീരകപ്പൊടിയും എല്ലാം ചേർത്തുണ്ടാക്കിയതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാൻ. ടാറ്റാ.